പാലക്കാട് KPM ഹോട്ടലിന് കേരള രാഷ്ട്രീയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിലും ഒക്കെ വലിയ വലിയ പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ്. ആ കൊറിഡോർ അത് സ്വാഭാവികമായി മുൻപ് നമ്മൾ നീലപ്പെട്ടി വിവാദത്തിൽ കണ്ട കൊറിഡോറാണ്. 2002 നമ്പർ റൂം, അതായത് പാലക്കാട് KPM ഹോട്ടലിലെ 2002 നമ്പർ റൂമിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് SIT പ്രത്യേക സംഘം നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഈ റിസപ്ഷൻ ഭാഗത്തൂടെ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യം ഷൊർണൂർ ഡിവൈഎസ്പി നടന്നു പോകുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറ്റൊരു സംഘം ആ കൊറിഡോർ വഴി ഇറങ്ങിപ്പോകുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. ആ അറസ്റ്റ് സ്വാഭാവികമായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും ദൃശ്യങ്ങളുമാണ്. ഈ ദൃശ്യങ്ങൾ അത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച കോൺഫിഡൻസ് ഒന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷയ്ക്കില്ല. മാത്രവുമല്ല, നമുക്കറിയാം ഈ ആദ്യ 2 പരാതികൾക്കും ശേഷം കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റും അതല്ലെങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിലൊക്കെ നേടിയ ശേഷം രാഹുൽ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എൻട്രിയെ കോൺഗ്രസ് അനുഭാവികൾ ഹീറോയിക് എൻട്രി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാഹുലിന്റെ ആ ശരീരഭാഷയിൽ അത്തരത്തിലുള്ള ഒരു ഹീറോയിസം ഒന്നും കാണാനില്ല. അദ്ദേഹം ഈ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ചില പോക്സോ കേസുകളുടെ സൂചനകളൊക്കെ പുറത്തേക്ക് വന്നെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പരാതി വരുമെന്ന് ഒരുപക്ഷെ SIT പോലും കരുതിയിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് SITക്ക് ആ പരാതിയും ഇമെയിലും ഒക്കെ എത്തുന്നത്. ആദ്യ പരാതി എന്ന് പറയുന്നത് അതിജീവിതം നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നതായിരുന്നു. രണ്ടാം പരാതി അത് ഇമെയിൽ വഴി KPCC പ്രസിഡന്റിന് ഒരു പരാതി പെൺകുട്ടി നൽകുന്നു. ശേഷം അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നതാണ്. എന്നാൽ മൂന്നാം പരാതി അങ്ങനെയല്ല. പരാതിക്കാരി നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SITക്ക് ഇമെയിലായി അറിയിക്കുകയും തെളിവുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തൊരു കേസാണ്. അപ്പോൾ അത് രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മാത്രമല്ല, രാഹുലിന്റെ അഭിഭാഷകരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പോലീസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിത നീക്കമായിരുന്നു. ഒരാഴ്ച നീണ്ട അന്വേഷണം ശേഷം അറസ്റ്റ് എന്ന തീരുമാനം ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വരുന്നു. 5 മണിക്ക് ഷൊർണൂർ ഡിവൈഎസ്പി വിഷയം അറിയിക്കുന്നു. രാത്രി 12 മണിയോടുകൂടി ആ പോലീസ് സംഘം പാലക്കാട് KPM ആശുപത്രിയിലേക്ക് എത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. 2 ദൃശ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് 2002 നമ്പർ റൂമിന്റെ ആ പേരിലുള്ള റൂമിന്റെ കൊറിഡോർ വഴി രാഹുലുമായി പോകുന്ന അന്വേഷണ സംഘത്തെ, രണ്ടാമത്തേത് റിസപ്ഷൻ വഴി ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അന്വേഷണ സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പത്തനംതിട്ട SP എയർ ക്യാമ്പിൽ നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജീപ്പ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്.